സോ വെൽക്കം ടു ടുഡേയ്സ് കെമിസ്ട്രി ക്ലാസ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഹൗ ടു കാൽക്കുലേറ്റ് ഓക്സിഡേഷൻ നമ്പർ. അതെല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ചെറിയൊരു ടോപ്പിക്കാണ്, ടൈപ്സ് ഓഫ് റിഡോക്സ് റിയാക്ഷൻ. റിഡോക്സ് റിയാക്ഷൻ ഈസ് ഓഫ് 4 ടൈപ്പ്. 4 ടൈപ്പ് റിഡോക്സ് റിയാക്ഷൻസ് ആണുള്ളത്. ഫസ്റ്റ് വൺ ഈസ് കോമ്പിനേഷൻ റിയാക്ഷൻസ്. അതിനെ നമുക്ക് ജനറൽ ആയിട്ട് A+B ഗീവ്സ് C ടൈപ്പ് ഓഫ് റിയാക്ഷൻ എന്ന് പറയാം. സെക്കൻഡ് വൺ ഈസ് ഡീകമ്പോസിഷൻ റിയാക്ഷൻസ്. ദാറ്റ് ഈസ് C ഗീവ്സ് A+B. അവിടെ സ്പ്ലിറ്റിംഗ് ആണ് നടക്കുന്നത്. പിന്നെ തേർഡ് വൺ ഈസ് ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻസ്. ദാറ്റ് ഈസ് A+BC ഗീവ്സ് AC+B ടൈപ്പ് ഓഫ് റിയാക്ഷൻ. ആൻഡ് ദ ഫോർത്ത് വൺ ഈസ് ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ. അപ്പം നമ്മൾ ഈ 4 റിയാക്ഷൻസും ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് എക്സാമ്പിൾസ് വെച്ചിട്ട് പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ വി ക്യാൻ സി കോമ്പിനേഷൻ റിയാക്ഷൻ. കോമ്പിനേഷൻ റിയാക്ഷൻസ് എന്ന് പറഞ്ഞാൽ എ കോമ്പിനേഷൻ റിയാക്ഷൻ മേ ബി റെപ്രസെൻറ്റഡ് ആസ് A+B ഗീവ്സ് C. either A or B or both A and B must be in elemental form. ചില കേസസിൽ ഒന്ന് മാത്രം എലമെൻ്റൽ ഫോമിലാവും, ചില കേസസിൽ രണ്ടും എലമെൻ്റൽ ഫോമിലായിരിക്കും. അപ്പോൾ ഇവിടെ റിഡോക്സ് റിയാക്ഷൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ദർ ഷുഡ് ബി സൈമുൾട്ടേനിയസ് ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ. അതിൽ ഈ റിയാക്ഷനിൽ ഒന്നിൽ ഓക്സിഡേഷൻ നടന്നിട്ടുണ്ടെങ്കിൽ മറ്റതിൽ റിഡക്ഷൻ നടന്നിരിക്കണം. അതിനെയാണല്ലോ നമ്മൾ റിഡോക്സ് റിയാക്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ എക്സാമ്പിൾസ് നോക്കാം. അതിൽ ഫസ്റ്റ് എക്സാമ്പിൾ ശ്രദ്ധിക്കൂ. C+O2 ഗീവ്സ് CO2. അതിൻ്റെ ഓക്സിഡേഷൻ നമ്പർ നമുക്ക് കഴിഞ്ഞ ദിവസം നമ്മൾ ഓക്സിഡേഷൻ നമ്പർ കാൽക്കുലേഷൻ പഠിച്ചതാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് അതിൻ്റെ ഓക്സിഡേഷൻ നമ്പർ പറയാം, നിങ്ങൾ പിന്നെ ഒന്ന് റഫായിട്ട് ചെയ്ത് നോക്കിയാൽ മതി. ദാറ്റ് ഈസ് C+O2 ഗീവ്സ് CO2. അവിടെ കാർബൺ ആൻഡ് ഓക്സിജൻ അത് എലമെൻ്റൽ ഫോമിലാണ്. അപ്പോൾ റിയാക്റ്റൻറ്റ് സൈഡിൽ രണ്ടും എലമെൻ്റൽ ഫോമിലാണ്. സോ ഇറ്റ്സ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഈസ് 0. സോ കാർബണിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 0 ആണ്, ഓക്സിജൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റും 0 ആണ്. സോ കാർബൺ ആൻഡ് ഓക്സിജൻ കമ്പൈൻസ് ടു ഫോം CO2. അവിടെ കാർബണിൻ്റെ ഓക്സിഡേഷൻ നമ്പർ ചേഞ്ച് ചെയ്തു, +4 ഓക്സിഡേഷൻ സ്റ്റേറ്റിലേക്ക് വരും, ഓക്സിജൻ -2 ഓക്സിഡേഷൻ സ്റ്റേറ്റിലേക്കും വരും. ദാറ്റ് ഈസ് കാർബൺ അണ്ടർഗോസ് ഓക്സിഡേഷൻ and oxygen undergoes reduction. So this is a redox reaction of the type combination. അപ്പോൾ അവിടെ കോമ്പിനേഷൻ ആണ് നടന്നത്. അടുത്ത എക്സാമ്പിൾ നോക്കൂ. 3Mg + N2 gives Mg3N2. അവിടെ റിയാക്റ്റൻറ്റ് സൈഡിൽ മെഗ്നീഷ്യം എലമെൻ്റൽ ഫോമിലാണ്. സോ 0 ആണ്. ആരുമായിട്ട് കമ്പൈൻ ചെയ്യാതെ നിൽക്കുകയാണെങ്കിലാണ് നമ്മൾ എലമെൻ്റൽ ഫോം എന്ന് പറയുന്നത്. മെഗ്നീഷ്യം ഫ്രീ ആയിട്ടാണ് നിൽക്കുന്നത്, അതുകൊണ്ട് അതിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 0 ആണ്. അതേപോലെ നൈട്രജൻ ഈസ് ഓൾസോ ഇൻ 0 ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഇറ്റ് ഗീവ്സ് Mg3N2. അവിടെ മെഗ്നീഷ്യം +2 ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ്, നൈട്രജൻ -3 ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ്. സോ മെഗ്നീഷ്യം അണ്ടർഗോസ് ഓക്സിഡേഷൻ 0 സ്റ്റേറ്റിൽ നിന്ന് +2 സ്റ്റേറ്റിലേക്ക് വരും. ആൻഡ് നൈട്രജൻ അണ്ടർഗോസ് റിഡക്ഷൻ 0 സ്റ്റേറ്റിൽ നിന്ന് -3 സ്റ്റേറ്റിലേക്ക് വന്നു. സോ ദിസ് ഇസ് ഓൾസോ എ റിഡോക്സ് റിയാക്ഷൻ. നെക്സ്റ്റ് എക്സാമ്പിൾ CH4 + 2O2 ഗീവ്സ് CO2 + 2H2O. ഇവിടെ നോക്കൂ, CH4ൽ അവിടെ എലിമെൻ്റൽ ഫോം അല്ല, അതൊരു കോമ്പൗണ്ടാണ്. പക്ഷേ ഓക്സിജൻ അവിടെ എലിമെൻ്റൽ ഫോമിലാണ്. നമ്മൾ ഈ ടൈപ്പ് ഓഫ് റിയാക്ഷൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഐദർ A or B or both A and B must be in elemental form എന്നാണ്. അപ്പോൾ ഇവിടെ CH4ൽ കാർബൺ ഈസ് ഇൻ -4 സ്റ്റേറ്റ്, ഹൈഡ്രജൻ ഈസ് ഇൻ +1 സ്റ്റേറ്റ്, ഓക്സിജൻ 0 സ്റ്റേറ്റിലാണ്. ഇനി നമുക്ക് പ്രൊഡക്റ്റ് സൈഡിലേക്ക് പോവാം. പ്രൊഡക്റ്റ് സൈഡിൽ കാർബൺ ഡയോക്സൈഡിൽ കാർബൺ ഈസ് ഇൻ +4 ഓക്സിഡേഷൻ സ്റ്റേറ്റ്, ഓക്സിജൻ ഈസ് ഇൻ -2 ഓക്സിഡേഷൻ സ്റ്റേറ്റ്, പ്ലസ് 2H2O. അവിടെ ഹൈഡ്രജൻ +1 ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ്, ഓക്സിജൻ -2 ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ്. സോ ഫ്രം ദിസ് ഇക്വേഷൻ ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് കാർബൺ അണ്ടർഗോസ് ഓക്സിഡേഷൻ. -4 സ്റ്റേറ്റിൽ നിന്ന് +4 സ്റ്റേറ്റിലേക്ക് വരികയാണ് പ്രൊഡക്റ്റ് സൈഡിലെത്തുമ്പോൾ. അതേപോലെ ഇവിടെ ഓക്സിജൻ 0 സ്റ്റേറ്റിൽ നിന്ന് -2 സ്റ്റേറ്റിലേക്ക് വരും. സോ ഇറ്റ് അണ്ടർഗോസ് റിഡക്ഷൻ. സോ ഇറ്റ് ഈസ് എ റിഡോക്സ് റിയാക്ഷൻ. ഇതാണ് കോമ്പിനേഷൻ റിയാക്ഷൻസ്. നെക്സ്റ്റ് നമുക്ക്
നമുക്ക് ഡീകമ്പോസിഷൻ റിയാക്ഷൻ എന്താന്ന് നോക്കാം. ഡീകമ്പോസിഷൻ റിയാക്ഷനിൽ എ ഡീകമ്പോസിഷൻ റിയാക്ഷൻ ലീഡ്സ് ടു ദ ബ്രേക്ക് ഡൗൺ ഓഫ് എ കോമ്പൗണ്ട് ഇൻ ടു 2 or more കോമ്പൗണ്ട് അറ്റ്ലീസ്റ്റ് വൺ ഓഫ് വിച്ച് മസ്റ്റ് ബി ഇൻ എലമെൻ്റൽ ഫോം. അപ്പോൾ ഇവിടെ ബ്രേക്ക് ഡൗൺ ആണ് നടക്കുന്നത്. അതിൽ ഏതെങ്കിലും അറ്റ്ലീസ്റ്റ് വൺ, ഏതെങ്കിലും ഒന്ന് എലമെൻ്റൽ ഫോമിലായിട്ട് മാറുകയാണ്. അപ്പോൾ നമുക്കതിൻ്റെ എക്സാമ്പിൾ നോക്കാം. ഇവിടെയൊക്കെ ആരോൻ്റെ മുകളിൽ അവിടെ ഒരു ട്രയാങ്കിൾ, ഒരു ചിഹ്നം നിങ്ങൾക്ക് കാണാം, ഒരു സിമ്പൽ കാണാം. അതിൻ്റെ അർത്ഥം ഹീറ്റിംഗ് ആണ് നടക്കുന്നത്. അപ്പോൾ തെർമൽ ഡീകമ്പോസിഷൻ ആണ് ഇവിടെ നമ്മൾ പറയുന്നത്. ചൂട് ആക്കിയിട്ടാണ് നമ്മളതിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നത്. അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചിട്ടും അത് ബ്രേക്ക് ഡൗൺ ചെയ്യാം. എന്തായാലും ബ്രേക്ക് ഡൗൺ ആണ് ഇവിടെ നടക്കുന്നത്. സോ ഇവിടെ ഇക്വേഷൻ ഫസ്റ്റ് എക്സാമ്പിൾ നോക്കാം. 2H2O ഗിവ്സ് 2H2 + O2. അപ്പോൾ വാട്ടർ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ ആയിട്ട് മാറുകയാണ്. അപ്പോൾ നമുക്ക് വാട്ടറിൽ ഹൈഡ്രജൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +1 ആണെന്ന് എല്ലാവർക്കും അറിയാം. ഓക്സിജൻ -2 ആണ്. ഇനി പ്രൊഡക്റ്റ് സൈഡിലെത്തുമ്പോൾ ഹൈഡ്രജൻ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 0 ആവും, ഓക്സിജൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റും 0 ആണ്. കാരണം അത് രണ്ടും ഫ്രീ ആയിട്ടാണ് നിൽക്കുന്നത്, എലമെൻ്റൽ സ്റ്റേറ്റിലാണ് നിൽക്കുന്നത്, ആരുമായിട്ട് കമ്പൈൻ ചെയ്യാതെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഹൈഡ്രജൻ അണ്ടർഗോസ് +1 സ്റ്റേറ്റിൽ നിന്ന് 0 സ്റ്റേറ്റിലേക്കാണ് വരുന്നത്. അപ്പോൾ ഓക്സിഡേഷൻ നമ്പർ കുറയല്ലേ ചെയ്തത്. സോ ഹൈഡ്രജൻ അണ്ടർഗോസ് റിഡക്ഷൻ ആൻഡ് ഓക്സിജൻ -2 സ്റ്റേറ്റിൽ നിന്ന് 0 സ്റ്റേറ്റിലേക്ക് വരും. അപ്പോൾ അവിടെ ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്തത്. സോ ഇറ്റ് അണ്ടർഗോസ് ഓക്സിഡേഷൻ. സോ ദിസ് ഈസ് എ റിഡോക്സ് റിയാക്ഷൻ. നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കൂ. 2NaH gives 2Na + H2. അവിടെ NaHൽ സോഡിയം ഇസ് ഇൻ +1 സ്റ്റേറ്റ് ആൻഡ് ഹൈഡ്രജൻ ഇസ് ഇൻ -1 സ്റ്റേറ്റ്. അപ്പോൾ ആൽക്കലി മെറ്റൽ അല്ലെങ്കിൽ ഹൈലി ഇലക്ട്രോ പോസിറ്റീവ് ആയിട്ടുള്ള എലമെൻസുമായിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ ഹൈഡ്രജൻ -1 സ്റ്റേറ്റ് ആണ് അക്വയർ ചെയ്യുക. സോ സോഡിയം ഇസ് ഇൻ +1 സ്റ്റേറ്റ് ആൻഡ് ഹൈഡ്രജൻ ഇസ് ഇൻ -1 സ്റ്റേറ്റ്. പ്രൊഡക്റ്റ് സൈഡിൽ സോഡിയം 0 സ്റ്റേറ്റിലും ഹൈഡ്രജൻ 0 സ്റ്റേറ്റിലുമാണ്. സോ സോഡിയം അണ്ടർഗോസ് +1 സ്റ്റേറ്റിൽ നിന്ന് 0 സ്റ്റേറ്റിലേക്ക് വരുമ്പോൾ റിഡക്ഷൻ ആണ് നടക്കുന്നത്. ആൻഡ് ഹൈഡ്രജൻ -1 സ്റ്റേറ്റിൽ നിന്ന് 0 സ്റ്റേറ്റിലേക്ക് വരുമ്പോൾ ഓക്സിഡേഷൻ ആണ് നടന്നത്. സോ ദിസ് ഈസ് ഓൾസോ എ റിഡോക്സ് റിയാക്ഷൻ. നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കൂ. 2KClO3 gives 2KCl + 3O2. പൊട്ടാഷ്യം ക്ലോറേറ്റിൻ്റെ ഡീകമ്പോസിഷൻ, തെർമൽ ഡീകമ്പോസിഷൻ നടക്കുമ്പോൾ നമുക്ക് KCl ആൻഡ് O2 കിട്ടും. ആൻഡ് ദിസ് ഈസ് വൺ ഓഫ് ദ ലബോറട്ടറി മെത്തേഡ് ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് ഓക്സിജൻ. അപ്പോൾ അവിടെ പൊട്ടാഷ്യത്തിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +1 ആയിരിക്കും, ക്ലോറിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +5 ആണ്, ഓക്സിജൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് -2 ആണ്. എന്നാൽ പ്രൊഡക്റ്റ് സൈഡിൽ KCl + 3O2 പൊട്ടാഷ്യത്തിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +1 ആണ്, ക്ലോറിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് -1 ആണ്, ഓക്സിജൻ എലമെൻ്റൽ ഫോം ആയതുകൊണ്ട് 0 സ്റ്റേറ്റിലാണ്. സോ പൊട്ടാഷ്യം നോക്കുകയാണെങ്കിൽ റിയാക്റ്റൻറ്റ് സൈഡിലും പ്രൊഡക്റ്റ് സൈഡിലും +1 ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ് നിൽക്കുന്നത്. ദർ ഇസ് നോ ചേഞ്ച് ഇൻ ഓക്സിഡേഷൻ നമ്പർ. എന്നാൽ ക്ലോറിൻ്റെ കേസ് അങ്ങനെയല്ല. ക്ലോറിൻ +5 സ്റ്റേറ്റിൽ നിന്ന് പ്രൊഡക്റ്റ് സൈഡിലെത്തുമ്പോൾ -1 സ്റ്റേറ്റിലേക്ക് വന്നു. സോ ക്ലോറിൻ അണ്ടർഗോസ് റിഡക്ഷൻ. ആൻഡ് ഓക്സിജൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ -2 സ്റ്റേറ്റ് ആണ് റിയാക്റ്റൻറ്റ് സൈഡിലുള്ളത്. എന്നാൽ പ്രൊഡക്റ്റ് സൈഡിൽ O2 0 സ്റ്റേറ്റിലാണ്. സോ -2 സ്റ്റേറ്റിൽ നിന്ന് 0 സ്റ്റേറ്റിലേക്ക് വന്നു. സോ ഇറ്റ് അണ്ടർഗോസ് ഓക്സിഡേഷൻ. സോ ദിസ് ഈസ് ഡീകമ്പോസിഷൻ റിയാക്ഷൻ. ഇനി എല്ലാ ഡീകമ്പോസിഷൻ റിയാക്ഷനും റിഡോക്സ് റിയാക്ഷൻസ് ആയിക്കൊള്ളണം എന്നില്ല. ഓൾ ഡീകമ്പോസിഷൻ റിയാക്ഷൻസ് ആർ നോട്ട് റിഡോക്സ് റിയാക്ഷൻ. അതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. ഇത് സ്ഥിരമായിട്ട് എക്സാമിന് ചോദിക്കുന്നതാണ്. ജസ്റ്റിഫൈ വെദർ ദിസ് ഇസ് എ റിഡോക്സ് റിയാക്ഷൻ ഓർ നോട്ട്. അപ്പോൾ ഇവിടെ ഈ ഇക്വേഷൻ കൊടുത്തിട്ടുള്ളത് കാൽഷ്യം കാർബണേറ്റിൻ്റെ തെർമൽ ഡീകമ്പോസിഷൻ ആണ്. അത് ഡീകമ്പോസ് ചെയ്തിട്ട് CaO + CO2 ആയിട്ട് മാറുകയാണ്. അവിടെ കാൽഷ്യം ഈസ് ഇൻ +2 സ്റ്റേറ്റ്, റിയാക്റ്റൻറ്റ് സൈഡത്തെ കാര്യമാണ് പറയുന്നത്. കാർബൺ ഈസ് ഇൻ +4 സ്റ്റേറ്റ് ആൻഡ് ഓക്സിജൻ ഈസ് ഇൻ -2 സ്റ്റേറ്റ്. ഇനി പ്രൊഡക്റ്റ് സൈഡിലേക്ക് വരാം. കാൽഷ്യം ഈസ് ഇൻ +2 സ്റ്റേറ്റ്, ഓക്സിജൻ ഈസ് ഇൻ -2 സ്റ്റേറ്റ്. അത് CaOയിൽ കാൽഷ്യം +2, ഓക്സിജൻ -2 സ്റ്റേറ്റിൽ. ഇനി കാർബൺ ഡൈ ഓക്സൈഡിൽ കാർബൺ +4 സ്റ്റേറ്റിലും ഓക്സിജൻ -2 സ്റ്റേറ്റിലും. അപ്പോൾ ഇവിടുന്ന് വ്യക്തമാണ് ദർ ഇസ് നോ ചേഞ്ച് ഇൻ ഓക്സിഡേഷൻ സ്റ്റേറ്റ്.
റിയാക്റ്റൻറ്റ് സൈഡിലെ കാൽഷ്യം +2 സ്റ്റേറ്റിലാണ്, പ്രൊഡക്റ്റ് സൈഡിലും +2 സ്റ്റേറ്റിലാണ്. റിയാക്റ്റൻറ്റ് സൈഡിലെ കാർബൺ +4 സ്റ്റേറ്റിലാണ്, പ്രൊഡക്റ്റ് സൈഡിലും +4 സ്റ്റേറ്റിലാണ്. റിയാക്റ്റൻറ്റ് സൈഡിലെ ഓക്സിജൻ -2 സ്റ്റേറ്റിലാണ്, എന്നാൽ പ്രൊഡക്റ്റ് സൈഡിലും -2 സ്റ്റേറ്റിലാണ്. സോ ദർ ഈസ് നോ ചേഞ്ച് ഇൻ ഓക്സിഡേഷൻ നമ്പർ. സോ ദിസ് ഈസ് നോട്ട് എ റിഡോക്സ് റിയാക്ഷൻ. Next is displacement reactions. In a displacement reaction, an ion or an atom in a compound is replaced by an ion or atom of another element. അപ്പോൾ ഇവിടെ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് നടക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ എക്സ് പ്ലസ് വൈ സെഡ് ഗിവ്സ് എക്സ് സെഡ് പ്ലസ് വൈ. അപ്പോൾ ഈ ജനറൽ ഇക്വേഷനിൽ വൈനെ എക്സ് വന്ന് ഡിസ്പ്ലേസ് ചെയ്യുകയാണ്. ആ സമയത്ത് അവിടെ വൈ ഫ്രീ ആവുകയാണ്. അപ്പോൾ ഈ ഒരു ടൈപ്പ് ഓഫ് റിയാക്ഷനെയാണ് നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ എന്ന് പറയുന്നത്. അത് 2 ടൈപ്പ് ഉണ്ട്, മെറ്റൽ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ ആൻഡ് നോൺ മെറ്റൽ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ. അപ്പോൾ എന്താണ് മെറ്റൽ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ നോക്കാം. എ മെറ്റൽ ഇൻ എ കോമ്പൗണ്ട് ക്യാൻ ബി ഡിസ്പ്ലേസ്ഡ് ബൈ അനദർ മെറ്റൽ ഇൻ ദ അൺകമ്പൈൻഡ് സ്റ്റേറ്റ്. അപ്പോൾ ഇവിടെ അതിൻ്റെ എക്സാമ്പിൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. കോപ്പർ സൾഫേറ്റ് പ്ലസ് സിങ്ക് ഗീവ്സ് കോപ്പർ പ്ലസ് സിങ്ക് സൾഫേറ്റ്. അപ്പോൾ ഇവിടെ ഈ ഒരു കോപ്പർ സൾഫേറ്റിലെ കോപ്പർ എന്ന് പറയുന്ന മെറ്റലിനെ വേറൊരു മെറ്റൽ, അതായത് സിങ്ക് വിച്ച് ഈസ് ഇൻ എലമെൻ്റൽ സ്റ്റേറ്റ് അല്ലെങ്കിൽ അൺകമ്പൈൻഡ് സ്റ്റേറ്റ്, അത് വന്ന് ഡിസ്പ്ലേസ് ചെയ്യും. അപ്പോൾ നമുക്ക് കോപ്പറിന് പകരം സിങ്ക് വരും. അതുകൊണ്ട് സിങ്ക് സൾഫേറ്റ് ആണ് പ്രൊഡക്റ്റായിട്ട് കിട്ടുക. ആ സമയത്ത് കോപ്പർ അവിടെ ഫ്രീ ആവുകയാണ്. അതിൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. കോപ്പർ ഈസ് ഇൻ +2 സ്റ്റേറ്റ്, SO4 2-. നമുക്ക് സൾഫേറ്റ് അയോണിനെ ഒന്നിച്ച് കൺസിഡർ ചെയ്യാം. കഴിഞ്ഞ ദിവസം ഓക്സിഡേഷൻ നമ്പർ കാൽക്കുലേഷൻ ചെയ്തപ്പോൾ നമ്മളത് ഇതിൻ്റെ ഓക്സിഡേഷൻ നമ്പർ കാൽക്കുലേറ്റ് ചെയ്തതായിരുന്നു. അവിടെ സൾഫർ +6 സ്റ്റേറ്റിലും ഓക്സിജൻ -2 സ്റ്റേറ്റിലാണ്. പക്ഷെ ഒന്നിച്ച് നോക്കുമ്പോൾ സൾഫേറ്റ് അയോണാണ്, SO4 2- ആണ്. plus Zn which is in 0 state gives copper. അത് കോപ്പർ 0 സ്റ്റേറ്റിലാണ്, പ്ലസ് ZnSO4. അപ്പോൾ ഇവിടെ സിങ്ക് ഈസ് ഇൻ +2 സ്റ്റേറ്റ്. സോ ഈ ഒരു ഇക്വേഷനിൽ +2 സ്റ്റേറ്റിലുണ്ടായിരുന്ന കോപ്പർ 0 സ്റ്റേറ്റിലേക്ക് വരികയാണ്. അതേപോലെ 0 സ്റ്റേറ്റിലുണ്ടായിരുന്ന സിങ്ക് +2 സ്റ്റേറ്റിലേക്ക് വരികയാണ്. സോ സിങ്ക് അണ്ടർഗോസ് oxidation and copper undergoes reduction. So this is a redox reaction. അടുത്ത എക്സാമ്പിൾ നോക്കൂ. Cr2O3 plus 2Al gives Al2O3 plus 2Cr. അപ്പോൾ ഇവിടെ അലുമിനിയം ക്രോമിയത്തിനെ ഡിസ്പ്ലേസ് ചെയ്യുകയാണ്. ആ അലുമിനിയം എലമെൻ്റൽ ഫോമിലാണ്. ആ എലമെൻ്റൽ ഫോമിലുള്ള അലുമിനിയമാണ് ഈ കോമ്പൗണ്ടിലെ ക്രോമിയത്തിനെ ഡിസ്പ്ലേസ് ചെയ്യുന്നത്. അവിടെ ക്രോമിയം +3 സ്റ്റേറ്റിലാണ്, അലുമിനിയം 0 സ്റ്റേറ്റിലാണ്. എന്നാൽ പ്രൊഡക്റ്റിൽ അലുമിനിയം ഈസ് ഇൻ +3 സ്റ്റേറ്റ് ആൻഡ് ക്രോമിയം ഈസ് ഇൻ 0 സ്റ്റേറ്റ്. ദർ ഇസ് നോ ചേഞ്ച് ഇൻ ദ ഓക്സിഡേഷൻ നമ്പർ ഓഫ് ഓക്സിജൻ. രണ്ടിലും ഓക്സിജൻ -2 സ്റ്റേറ്റിലാണ് നിൽക്കുന്നത്. സോ ക്രോമിയം അണ്ടർഗോസ് റിഡക്ഷൻ, കാരണം +3 സ്റ്റേറ്റിൽ നിന്ന് 0 സ്റ്റേറ്റിലേക്ക് വന്നു. ആൻഡ് അലുമിനിയം അണ്ടർഗോസ് ഓക്സിഡേഷൻ, കാരണം 0 സ്റ്റേറ്റിൽ നിന്ന് +3 സ്റ്റേറ്റിലേക്ക് വന്നു. സോ ദിസ് ഈസ് എക്സാമ്പിൾ ഫോർ മെറ്റൽ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ. അടുത്തത് നമുക്ക് നോൺ മെറ്റൽ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ എന്താണെന്ന് നോക്കാം. നോൺ മെറ്റൽ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ എന്ന് പറയുമ്പോൾ ദ നോൺ മെറ്റൽ ഡിസ്പ്ലേസ്മെൻറ്റ് redox reaction includes hydrogen displacement and a rarely occurring reaction involving oxygen displacement. അപ്പോൾ ഇവിടെ നോൺ മെറ്റലിൻ്റെ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് നടക്കുന്നത്. നോൺ മെറ്റലിൻ്റെ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് ഇവിടെ നടക്കുക. അപ്പോൾ ചില കേസസിൽ ഹൈഡ്രജൻ്റെ ഡിസ്പ്ലേസ്മെൻ്റ് ആയിരിക്കും ആൻഡ് റയർലി ചില കേസസിൽ ഓക്സിജൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റും നടക്കും. അപ്പോൾ നമ്മൾ ഇവിടെ 3 ഇക്വേഷൻസ് ഹൈഡ്രജൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റിനെ കുറിച്ചാണ് പറയുന്നത്, ഒന്ന് മാത്രം ഓക്സിജൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ ഇക്വേഷൻ ശ്രദ്ധിക്കുക. 2Na plus 2H2O gives 2NaOH plus H2.
അപ്പോൾ ഇവിടെ വാട്ടർ മോളിക്യൂളിലെ ഹൈഡ്രജനെ സോഡിയം ഡിസ്പ്ലേസ് ചെയ്യുമ്പോഴാണ് നമുക്ക് NaOH കിട്ടുക. കാരണം വാട്ടർ മോളിക്യൂളിൽ ഇവിടെ വാട്ടറിൽ 4 ഓക്സിജൻ ഉണ്ടായിരുന്നു, 2H2O എന്നാണല്ലോ. അതിൽ 2 എണ്ണത്തിന് ഡിസ്പ്ലേസ് ചെയ്തിട്ടാണ് സോഡിയം വരുന്നത്. ആ ഡിസ്പ്ലേസ് ചെയ്ത ഹൈഡ്രജനാണ് ഇവിടെ ഇക്വേഷനിൽ റിലീസ്ഡ് ആയിട്ട് കാണിക്കുന്നത്. ഇവിടെ ഇക്വേഷനിൽ നമുക്ക് കാണാം ഹൈഡ്രജൻ റിലീസ് ചെയ്തു. അപ്പോൾ ഹൈഡ്രജൻ റിലീസ് ചെയ്ത കേസാണിത്. അപ്പോൾ ഈ ഒരു ഇക്വേഷനിൽ സോഡിയം ഡിസ്പ്ലേസസ് ഹൈഡ്രജൻ, സോഡിയം ഹൈഡ്രജനെ ഡിസ്പ്ലേസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിവിടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്, അതിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റും കൂടി നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സോഡിയം ഇസ് ഇൻ 0 സ്റ്റേറ്റ്, H2O hydrogen is in +1 state, oxygen is in -2 state. And in the product side, sodium is in +1 state, oxygen is in -2 state, hydrogen is in +1 state. And in hydrogen plus H2 നാണല്ലോ, അപ്പോൾ hydrogen elemental സ്റ്റേറ്റിലാണ്, so 0. So sodium undergoes oxidation, 0 സ്റ്റേറ്റിൽ നിന്ന് +1 സ്റ്റേറ്റിലേക്ക് വന്നു. And hydrogen +1 സ്റ്റേറ്റിൽ നിന്ന് 0 സ്റ്റേറ്റിലേക്ക് വന്നു. സോ ഹൈഡ്രജൻ അണ്ടർഗോസ് റിഡക്ഷൻ. അപ്പോൾ ഇവിടെ ദിസ് ഇസ് ആൻ എക്സാമ്പിൾ ഫോർ നോൺ മെറ്റൽ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ. അടുത്ത ഇക്വേഷൻ ശ്രദ്ധിക്കുക. സിങ്ക് +2HCl ഗിവ്സ് ZnCl2 + H2. ഇവിടെ സിങ്ക് ഹൈഡ്രജനെ HClലെ ഹൈഡ്രജനെ ഡിസ്പ്ലേസ് ചെയ്തിട്ടാണ് നമുക്ക് ZnCl2 കിട്ടുക. ZnCl2 + H2. അപ്പോൾ ഇവിടെ സിങ്ക് ഡിസ്പ്ലേസസ് ഹൈഡ്രജൻ ആൻഡ് ഹൈഡ്രജൻ ഈസ് റിലീസ്ഡ്. അപ്പോൾ ഈ ഒരു റിഡോക്സ് റിയാക്ഷനിൽ നമുക്ക് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സിങ്ക് ഈസ് ഇൻ 0 ഓക്സിഡേഷൻ സ്റ്റേറ്റ്, ഹൈഡ്രജൻ +1 ഓക്സിഡേഷൻ സ്റ്റേറ്റ്, ക്ലോറിൻ -1 ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ആൻഡ് ഇൻ ദ പ്രൊഡക്റ്റ് സൈഡ്, സിങ്ക് ഈസ് ഇൻ +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ്, ക്ലോറിൻ -1 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആൻഡ് ഹൈഡ്രജൻ 0 ഓക്സിഡേഷൻ സ്റ്റേറ്റ്. സോ വി ക്യാൻ സേ zinc undergoes oxidation and hydrogen undergoes reduction. Next example നോക്കാം. Mg + 2HCl gives MgCl2 + H2. That means magnesium displaces hydrogen. അപ്പോൾ ഹൈഡ്രജൻ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് ഇവിടെ നടന്നത്. അപ്പോൾ ഈ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷനിൽ മെഗ്നീഷ്യം ഈസ് ഇൻ 0 ഓക്സിഡേഷൻ സ്റ്റേറ്റ്, HCl ഹൈഡ്രജൻ +1, ക്ലോറിൻ -1. പ്രൊഡക്റ്റ് സൈഡിൽ മെഗ്നീഷ്യം +2 സ്റ്റേറ്റ്, ക്ലോറിൻ -1 സ്റ്റേറ്റ്, ഹൈഡ്രജൻ 0 സ്റ്റേറ്റ്. സോ മെഗ്നീഷ്യം അണ്ടർഗോസ് ഓക്സിഡേഷൻ, 0 സ്റ്റേറ്റിൽ നിന്ന് +2 സ്റ്റേറ്റിലേക്ക് വരും. ആൻഡ് ഹൈഡ്രജൻ അണ്ടർഗോസ് റിഡക്ഷൻ, +1 സ്റ്റേറ്റിൽ നിന്ന് 0 സ്റ്റേറ്റിലേക്ക് വരും. ഇനി ലാസ്റ്റ് എക്സാമ്പിൾ നോക്കൂ. 2H2O + 2F2 gives 4HF + O2. ഇവിടെ നടക്കുന്നത് ഓക്സിജൻ്റെ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഫ്ലൂറിൻ ഡിസ്പ്ലേസസ് ഓക്സിജൻ ആൻഡ് വി ഗെറ്റ് 4HF + O2. അപ്പോൾ ഇവിടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നോക്കാം. H2O ഹൈഡ്രജൻ +1 സ്റ്റേറ്റ്, ഓക്സിജൻ -2 സ്റ്റേറ്റ്, ഫ്ലൂറിൻ 0 സ്റ്റേറ്റ്, എലിമെൻ്റൽ ഫോമാണ്, അപ്പോൾ 0 സ്റ്റേറ്റ്, ഗീവ്സ് 4HF + O2. അതിൽ ഹൈഡ്രജൻ +1 സ്റ്റേറ്റ്, ഫ്ലൂറിൻ -1 സ്റ്റേറ്റ്, ഓക്സിജൻ 0 സ്റ്റേറ്റ്. സോ ഇൻ ദിസ് ഇക്വേഷൻ ഓക്സിജൻ -2 സ്റ്റേറ്റിൽ നിന്ന് 0 സ്റ്റേറ്റിലേക്ക് വരികയാണ്. സോ ഇറ്റ് അണ്ടർഗോസ് ഓക്സിഡേഷൻ. ആൻഡ് ഫ്ലൂറിൻ 0 സ്റ്റേറ്റിൽ നിന്ന്, ഇവിടെ ഫ്ലൂറിൻ്റെ കേസിൽ 0 സ്റ്റേറ്റ് ആണ്, 0 സ്റ്റേറ്റിൽ നിന്ന് -1 സ്റ്റേറ്റിലേക്ക് വരികയാണ്. അപ്പോൾ -1 സ്റ്റേറ്റിലേക്ക് വന്നു. സോ ദിസ് ഈസ് ഓൾസോ എൻ എക്സാമ്പിൾ ഫോർ redox reaction of the type non-metal displacement reaction. Non-metal displacement reaction ൻ്റെ എക്സാമ്പിൾ ആണ്. അപ്പോൾ ഓക്സിജൻ undergoes oxidation and fluorine undergoes reduction. And the last reaction is disproportionation reaction. In this reaction, an element in one oxidation state is simultaneously oxidized and reduced. അപ്പോൾ ഈ ഒരു റിയാക്ഷൻ ഒരു പ്രത്യേകത ഉണ്ട്. ഏത് എലിമെൻറ്റിലാണോ ഓക്സിഡേഷൻ നടക്കുന്നത് അതിൽ തന്നെയായിരിക്കും റിഡക്ഷനും നടന്നിട്ടുണ്ടാവുക. An element in one oxidation state is simultaneously oxidized and reduced.
one of the reacting substance always contain an element that can exist in at least 3 oxidation state. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു എലിമെൻറ്റ് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു എലിമെൻറ്റ് അറ്റ്ലീസ്റ്റ് 3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കാൻ കഴിവുള്ള എലിമെൻ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് നമുക്കിവിടെ ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ പോസിബിൾ ആവുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിളാണ് ഇവിടെ എഴുതിയുള്ളത്. 2H2O2 ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ്, ഗീവ്സ് 2H2O പ്ലസ് O2. ഇവിടെ ഹൈഡ്രജൻ പെറോക്സൈഡിൽ ഹൈഡ്രജൻ ഈസ് ഇൻ +1 സ്റ്റേറ്റ്, ഓക്സിജൻ ഈസ് ഇൻ -1 സ്റ്റേറ്റ്. എന്നാൽ പ്രൊഡക്റ്റ് സൈഡിൽ ഹൈഡ്രജൻ ഈസ് ഇൻ +1 സ്റ്റേറ്റ്, H2Oയിൽ ഓക്സിജൻ ഈസ് ഇൻ -2 സ്റ്റേറ്റ് പ്ലസ് O2. അവിടെ O2 എലമെൻ്റൽ ഫോമിലായതുകൊണ്ട് 0 ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ്. അപ്പോൾ ഇവിടെ ഹൈഡ്രജൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ ഒരു ചേഞ്ചും വരുന്നില്ല. റിയാക്റ്റൻറ്റ് സൈഡിലും പ്രൊഡക്റ്റ് സൈഡിലും +1 സ്റ്റേറ്റിലാണ് ഹൈഡ്രജൻ നിൽക്കുന്നത്. എന്നാൽ ഓക്സിജൻ്റെ കേസ് അങ്ങനെയല്ല. ഓക്സിജൻ -1 സ്റ്റേറ്റിൽ നിന്ന് H2O ആയി മാറിയപ്പോൾ -2 സ്റ്റേറ്റിലേക്ക് വന്നു. സോ ദാറ്റ് മീൻസ് റിഡക്ഷൻ നടന്നു. എന്നാൽ അത് O2 ആയിട്ട് മാറുമ്പോൾ -1 സ്റ്റേറ്റിൽ നിന്ന് അത് 0 സ്റ്റേറ്റിലേക്കാണ് വരുന്നത്. ദാറ്റ് മീൻസ് ഓക്സിഡേഷൻ ആണ് നടന്നത്. സോ സെയിം ഓക്സിജൻ, ഈ ഓക്സിജൻ H2Oയിലേക്ക് വരുമ്പോൾ H2O ആയി മാറുമ്പോൾ അവിടെ റിഡക്ഷൻ നടന്നു. കാരണം ഇവിടെ -1 സ്റ്റേറ്റിൽ നിന്ന് -2 സ്റ്റേറ്റിലേക്ക് വന്നു. എന്നാൽ ഇതേ ഓക്സിജൻ O2 ആയിട്ടും മാറുന്നുണ്ട്. ആ കേസിൽ ഈ -1 സ്റ്റേറ്റിലുള്ള ഓക്സിജൻ 0 സ്റ്റേറ്റിലേക്കാണ് വരുന്നത്. അതായത് ഓക്സിജനിലപ്പോൾ ഓക്സിഡേഷനാണ് നടക്കുന്നത്. സോ സെയിം ഓക്സിജൻ സൈമുൾട്ടേനിയസ്ലി അണ്ടർഗോസ് ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ. അപ്പോൾ ഇത്രയാണ് ദ 4 ടൈപ്സ് ഓഫ് റിഡോക്സ് റിയാക്ഷൻ. അപ്പോൾ നമ്മൾ 4 ടൈപ്പ് ഓഫ് റിഡോക്സ് റിയാക്ഷൻസ് പറഞ്ഞു. ആദ്യത്തേത് കോമ്പിനേഷൻ റിയാക്ഷൻ, ഡീകമ്പോസിഷൻ റിയാക്ഷൻ, ദെൻ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ ആൻഡ് ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് പഠിച്ച് നോട്ട്സ് കംപ്ലീറ്റ് ആക്കുക. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ബാലൻസിങ് എ റിഡോക്സ് റിയാക്ഷനാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ താങ്ക് യു.